നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അലീനയെ ബാലേന്ദ്രൻ വിളിക്കുകയാണ്. കാരണം കൊല്ലപ്പള്ളി വീട്ടിലുള്ളവരൊക്കെ കടപ്പാട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബാലേന്ദ്രൻ എന്തൊക്കെയോ സംശയം തോന്നി. പോരാത്തതിന് കൃഷ്ണമോളെയും കൂട്ടി രോഹിത് ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതെന്ത് പറ്റി, വിളിച്ചിട്ട് കിട്ടുന്നില്ലോ എന്നോർത്തോണ്ട് പിന്നീട് കൃഷ്ണമോളെ വിളിക്കുകയാണ്. പക്ഷെ കൃഷ്ണേനെയും വിളിച്ചിട്ട് കിട്ടിയില്ല. രോഹിത്തിനെ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒട്ട് കോൾ എടുക്കുന്നുമില്ല. ആകെപ്പാട് ടെൻഷനായി ബാലേന്ദ്രന്. ഇവിടുന്ന് ഒട്ട് പോകാനും പറ്റുന്നില്ല. കാരണം ശിവശങ്കരൻ അവിടെ ഇല്ല. രാജീവൻ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. ഗോവർദ്ധനം അവിടെ ഇല്ല താനും. ഗോവർദ്ധനൻ ഉണ്ടായിരുന്നെങ്കിൽ ഗോവർദ്ധനെ എങ്കിലും ആക്കിയിട്ട് പോകായിരുന്നു. അപ്പൊ ഗോവർദ്ധനം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഗോവർദ്ധനം വിളിച്ചുകൊണ്ട് രാജീവൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഗോവർദ്ധൻ അവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് പോകുന്നറിയാം. അലീനയെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അത് അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഗോവർദ്ധനെ കണ്ട ഉടനെ രാജീവന് അയാളെയും വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നത്. ആഹാരം കഴിക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്ന ബാലേന്ദ്രൻ ആ പഴ അസ്വസ്ഥനായി. എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഇവിടെ വേണമല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ അങ്ങോട്ടേക്ക് വരുവാണ്. മണിശങ്കറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഇത്തിരി സമാധാനമായി. പിന്നീട് മണിശങ്കർ വന്നിട്ട് ബൈജയന്തിയെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, ബോധം തെളിഞ്ഞിട്ടില്ല, ഇപ്പോഴും സെഡേഷനിലാണ്. അല്ല ആൻറ്റിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? വീണ്ടും വല്ലത് പിന്നീട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കാം. 2 കാലിന് ഫ്രാക്ചറായി, കൈക്ക് ഒടിവുണ്ട്, അതുപോലെ തന്നെ ഇടുപ്പിലിനും പരിക്കുണ്ട്. പെട്ടെന്നൊന്നും എഴുന്നേക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം. അല്ലെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വൈജയൻ നടക്കുമെന്നുള്ള മോഹങ്ങളും പ്രതീക്ഷകളൊന്നും എനിക്കില്ലടാ. ജീവൻ തിരികെ കിട്ടിയത് തന്നെ ഭാഗ്യം. പിന്നെ മരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതെന്താ താങ്കൾ അങ്ങനെ പറയണേ? അല്ല അവൾക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റുമോടാ മനു? നീ എന്താ പറയണേ? അവള് ചെയ്ത് കൂട്ടിയത് പാവങ്ങൾക്കൊക്കെ ശിക്ഷ അനുഭവിക്കണ്ടേ? ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്താന്ന് നിനക്കറിയാലോ. അത് കേട്ടപ്പം മനുഷ്യങ്കർ പറഞ്ഞു, അങ്കിൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. അതൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കുറേ തവണ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടുന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പം മനുഷ്യങ്കർ ചോദിച്ചു, അല്ല എന്നാൽ പിന്നെ കൃഷ്ണമോളെ വിളിച്ചു നോക്കാമല്ലോ. വിളിച്ചിട്ടും കിട്ടുന്നില്ല. അല്ല കൊല്ലപ്പള്ളി വീട്ടിലുള്ള നിന്റെ അമ്മയും പിന്നെ ഹരിയൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞേ. കടപ്പാട്ടൂർക്ക്? കടപ്പാട്ടൂർക്കോ? അതെ, കൃഷ്ണമോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രോഹിത്തും കൃഷ്ണമോളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാ പറഞ്ഞേ. എന്നിട്ടോ? എന്തോ എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നില്ല. അവരവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അലീനയുടെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അത് കേട്ടപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അങ്കിൾ ഇവിടെ നിൽക്കി, ഞാൻ പോകാമെന്ന് പറയണേ. ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിന്നാൽ മതി. അത് ശരിയാകത്തില്ല അങ്കിളെ. വേണ്ടപ്പെട്ട ആരെങ്കിലും വേണ്ടേ? അങ്കിൾ തന്നെ ഇവിടെ നിന്നാൽ മതി. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. അങ്കിൾ ഇപ്പം അങ്ങോട്ടേക്ക് പോകണ്ട. കാരണം നല്ല ടെൻഷനുണ്ട് മനുഷ്യങ്കണ്ട്. ഇനിയിപ്പോൾ ബാലേന്ദ്രൻ നല്ല ദേഷ്യത്തിലായിരിക്കും പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അലീനെ അവരെന്തെങ്കിലും ചീത്ത പറഞ്ഞതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കാനായിട്ട്. അറ്റാക്കൊക്കെ വന്നിരിക്കുന്ന ആളല്ലേ. ബാലേന്ദ്രനെ സമാധാനിപ്പിച്ചു. അലീനെ വീട്ടിൽ കാണുന്നേ, അങ്കിൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുഷ്യങ്കർ അങ്ങ് പോകുന്നത്. പോകുന്ന വഴിക്ക് അലീനയെ വിളിക്കുന്നുണ്ടായിരുന്നു. 2-3 വട്ടം വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇതെന്താ പോലും എന്നൊക്കെ മനുഷ്യങ്കർ ഓർത്തു. കാരണം അലീനയുടെ ഫോണ് അലീനയുടെ കയ്യിലില്ലല്ലോ. അതൊക്കെ പിടിച്ചു വാങ്ങി വെച്ചിട്ടല്ലേ അലീനയെ ഇറക്കി വിട്ടത്, പാലാ ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ വിട്ടത്. ഈ പറയുന്ന ശിവശങ്കറിന്റെ അതുപോലെ ഭവിതയുടെ അവരുടെ എല്ലാം വിചാരം എന്ന് പറഞ്ഞാൽ അലീനയ്ക്കിന് പോകാനായിട്ടൊരിടവില്ല. അവള് നേരെ എറണാകുളത്തിനോ എങ്ങോട്ടേലും പോയിക്കോളും. അവളെയും കൊണ്ടുള്ള ശല്യം തീർന്നെന്നൊക്കെയായിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ അവർക്ക് കിട്ടാൻ പോകുന്ന പണി എന്താന്ന്. ബാലേന്ദ്രനെ വിളിക്കാനായിട്ടൊട്ട് ഫോണും ഇല്ല. ആ ഒരു ധൈര്യമായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അലീനയെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു. അലീന എന്താ ഏതാ നല്ല ധൈര്യമുള്ള പെൺകുട്ടിയാണ് അലീന. അങ്ങനെ ഫോൺ പിടിച്ച് വാങ്ങി വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലൊന്നും അലീനയുടെ ധൈര്യം ചോർന്നു പോകാനൊന്നും പോകുന്നില്ല. അലീന എത്തേണ്ടടുത്ത് തന്നെ എത്തും. അലീന നേരെ ലക്ഷ്യം വെക്കുന്ന ദേവമാതാ ഹോസ്പിറ്റലാണ്. അവിടെയാണ് തൻ്റെ അമ്മയുള്ളത്. ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവമാതാ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെന്ന്. അപ്പം അത് വെച്ച് നേരെ അലീന ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതേ സമയം മണിശങ്കർ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മണിശങ്കർ നേരെ കടപ്പാട്ടു വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കൃഷ്ണമോളാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. കൃഷ്ണമോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ ചോദിച്ചു, അല്ല എല്ലാവരും എന്തിയെന്ന് ചോദിക്കുക. അകത്തുണ്ട്. അലീനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലോ, അല്ല മോളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണ പറഞ്ഞു, എൻ്റെ ഫോണ് രോഹിത്തായിട്ട് മേടിച്ചു വെച്ചിരിക്കുക. പിന്നെ അലീന ചേച്ചി ഇവിടെ ഇല്ലയെന്ന് പറയണേ. ഇല്ലേ? എവിടെ പോയിന്ന് എനിക്കറിയില്ല. എന്നെ കൂട്ടിക്കൊണ്ട് രോഹിത്തായിട്ട് ഇവിടുന്ന് പോന്നു അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക്. പക്ഷെ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അലീന ചേച്ചി ഇല്ല, മുറിയിലെങ്ങും ഇല്ല. ഞാൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറയണേ അലീന ചേച്ചി പോയെന്നാ പറയണേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനുവേട്ട എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം.
ഇത് കേട്ടപ്പം മനുശങ്കർ നേരെ അലീനയുടെ മുറിയിലേക്ക് പോയി. അവിടെ ഇല്ലായിരുന്നു. പിന്നെ അടുക്കളയുടെ അങ്ങോട്ട് ചെന്നു. അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അവിടെ കുപ്പിയൊക്കെ ചെതറിക്കിടക്കുന്നു. അപ്പോഴേ മനുശങ്കറിന് അപകടം അടുത്തു. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്തായത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. മുമ്പത്തെ പോലെ വല്ല അപകടം ഉണ്ടായ അലീന എന്നിട്ട് ഇവരിവിടുന്ന് മാറ്റിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ശിവശങ്കരനും ബബിതയും കമലയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ രോഹിത്തും ഹരിശങ്കറും ഒക്കെ മുറിയിലുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇവരും. അപ്പം താഴെ നിന്നൊരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ്. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്കൊരു ഞെട്ടലുണ്ടായി. ദൈവമേ, ഇവന് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇനി എന്തേലും ചോദ്യങ്ങൾ ചോദിക്കാനാണോ എന്നൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയോട് ചോദിച്ചു, എന്തിയമ്മേ അലീന എന്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, നീ എന്തിനാണ് ഇപ്പം അലീനെ അന്വേഷിക്കുന്നത്? ചോദിച്ചതിന് ഉത്തരം പറ. അലീന എന്തേന്ന് ചോദിച്ചു. അവള് പോയി. എങ്ങോട്ട് പോയി? എങ്ങോട്ടാ? അത് ഞങ്ങളോട് പറഞ്ഞിട്ടാണോ പോകുന്നത്? അവൾ ഇവിടുന്ന് പോയെന്ന് പറയാം. ദേ വെറുതെ അഭ്യാസം കാണിക്കരുത്. എവിടെയാന്ന് സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഉണ്ടല്ലോ. അത് കേട്ടാൻ കമല പറഞ്ഞു, നീ എന്തിനാടാ അവളെക്കുറിച്ച് ഓർത്ത് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അവൾ നിന്റെ ആരാ? ഇതിന് മാത്രം നീ എന്തിനാ അവളെക്കുറിച്ച് ഓർത്ത് വേവലാതി പിടിക്കുന്നേ? പിന്നെ ഈ പറയുന്ന ഞങ്ങൾക്കാർക്കും അതൊന്നും ഇല്ല, ടെൻഷനൊന്നും ഇല്ല. അവള് വെറും ജോലിക്കാരി മാത്രം ഇവിടെ. ഇത് കേട്ടപ്പം മനുഷ്യരുടെ ജോലിക്കാരിയാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ആദ്യം അലീന എവിടെയെന്ന് പറ. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, അവളെ ഞങ്ങൾ ഇറക്കി വിട്ടെന്ന് പറയണം. ഇറക്കി വിട്ടെന്ന്? എങ്ങോട്ട്? അവളെ ഇറക്കി വിട്ട എങ്ങോട്ടാ? ഞങ്ങൾ കൊണ്ടേ വിട്ടിട്ടുണ്ട് സ്റ്റാൻഡില്. ഇപ്പൊ അവളെ എത്തേണ്ടടുത്ത് എത്തി കാണുമെന്ന് പറയണേ. എവിടെ? അവളെ എവിടേക്ക് വേണം പോട്ടെ, അതിന് നിനക്കെന്താ? ഇഷ്ടം പോലെ പോകാൻ സ്ഥലം ഉണ്ടല്ലോ. ഇത് കേട്ടിഞ്ഞപ്പോ മനുശങ്കർ അങ്ങ് ചെന്നു ശിവശങ്കരന്റെ അടുത്തേക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അച്ഛനൊന്നും നോക്കൂല. പറഞ്ഞത് കേട്ടല്ലോ. അലീനയ്ക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ. അതുപോലെ തന്നെ അങ്കിൾ എങ്ങാനും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളൊന്നും വെറുതെ വിടത്തില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട്. എന്തോ അത്യായത് സംഭവിച്ചായിട്ട് എനിക്ക് തോന്നേ. കുപ്പിയൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. സത്യം പറ, നിങ്ങളെങ്ങാനും അവളിനി കൊന്നു കളഞ്ഞോന്ന് ചോദിക്കുക. അപ്പോഴേക്കും കമല പറഞ്ഞു, കൊന്നു കളയാനോ? നിങ്ങൾ അതല്ല, അതിലപ്പുറം ചെയ്യും. എന്തിയ ഹരി രോഹിത്തും എന്തേന്ന് ചോദിക്കുക. അവര് മുറിയിലുണ്ടെന്ന് പറയാണ്. നേരെ മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഭയങ്കര സന്തോഷത്തിലിരിക്കുക ഹരിയും രോഹിത്തും കൂടെ. കാരണം തൻ്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതൊന്നും രോഹിത്തിനെ ബാധിക്കുന്ന കാര്യമല്ല. അലീന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിന്റെ സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് മനുശങ്കർ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല മനു അങ്ങോട്ട് വരുമെന്ന്. മനുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരുടെ മുഖത്തൊരു പതർച്ചയുണ്ടായി. മനു എന്നിട്ട് ഹരിശങ്കറുടെ കോളറിനോട് കയറി കുത്തിപ്പിടിച്ചു. സത്യം പറയടാ, അലീന എന്തേന്ന് ചോദിക്കുക. അപ്പോഴേ ഹരിശങ്കർ പറഞ്ഞു, അലീന ഇവിടെ ഇല്ലെന്ന് മനസ്സിലായി. നീയൊക്കെ കൂടി അവളെ എന്താ ചെയ്തേ? നീയൊക്കെ അവളെ എന്തേലും ചെയ്തോ? കൊന്നു കളഞ്ഞോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് രോഹിത്ത് പറഞ്ഞു, എന്തൊക്കെയാ മനുവേട്ടൻ നീ പറയണേ? കൊന്നു കളയാനോ? സത്യം പറഞ്ഞു. മുമ്പ് നീയൊക്കെ കാണിച്ച തെമ്മാടിത്തരൊക്കെ എന്താന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാ പറയണേ. അങ്ങനെ എന്തേലും ഉണ്ടെ ഇപ്പൊ പറയുന്നത് നിനക്കൊന്നൊക്കെ നല്ലത്. അല്ല ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയാം. അത് കേട്ടപ്പോ ഹരിശങ്കർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മനുവേട്ടാ. അവളെ പല ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ വിട്ടെന്ന് പറയണ. ബസ് സ്റ്റാൻഡിലോ? അതെ, ബസ് സ്റ്റാൻഡിൽ കൊണ്ടേ വിട്ടു. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അവന്റെ കാരണം തീർത്തൊന്ന് പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്കൊന്നും കിട്ടിയത് പോരല്ലേടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ എങ്ങോട്ടാ പോയെന്നും അറിയത്തില്ല. അവളുടെ ഫോണും കയ്യിലില്ല. ഇല്ല സത്യം പറ, അവളുടെ ഫോൺ എന്തെന്ന് ചോദിക്കുകയാണ്. ഫോൺ അവളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവൾ കോൾ അറ്റൻഡ് ചെയ്തേനോ. അത് കേട്ടപ്പം ഹരിശങ്കർ പറഞ്ഞു, ഫോണൊക്കെ പിടിച്ചു വാങ്ങിയിട്ട് അവളെ പറഞ്ഞു വിട്ടെ. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അനുവിന് ഒന്നുകൂടെ ദേഷ്യമായി. എല്ലാവരുടെ ഉള്ള ദേഷ്യം രോഹിത്തിനോട് ഹരിശങ്കറിനോട് തീർത്തു മനു. എന്നിട്ട് പറഞ്ഞു, ഇതെങ്ങാനും അങ്കിൾ അറിഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അപ്പോഴേക്കും താഴെ നിന്ന് ശിവശങ്കരനും കമലയ്ക്കും കൂടെ ഓടി വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താടാ നീ എന്താ കാണിക്കണേന്ന് ചോദിക്കണം. എന്താ കാണിക്കണേന്നോ? അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഉത്തരം പറയേണ്ടതായിട്ട് വരും, അറിയാലോ. അങ്കിൾ എങ്ങാനും കൊണ്ട് കേസ് കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അങ്കിള് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങുന്നത് നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അച്ഛൻ്റെ ഭാവിയും പിന്നെ ഇതിന് കൂട്ടു നിന്നോ എല്ലാവരുടെയും ഭാവി പോവും. കൂട്ടുനിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒന്നും പോലീസും കോടതിയും നോക്കില്ല. കിട്ടാനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. അപ്പം രോഹിത്തിനെയും ഭബിതനെയും എല്ലാവരും ഉദ്ദേശിച്ചാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മനുശങ്കർ പെട്ടെന്ന് ധൃതിയിൽ ഇറങ്ങി. ഇനിയിപ്പം എവിടെ സ്റ്റാൻഡിൽ എവിടെയും ഉണ്ടോ, അവിടെ എവിടെ നിൽക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് മനു പെട്ടെന്ന് ഇറങ്ങിപ്പോന്നെ. മനു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കമല ശിവശങ്കരനോട് പറഞ്ഞു, പ്രശ്നമായും തോന്നില്ലോ ശിവേട്ട. ഇനി അവൻ ചെന്ന് ബാലേന്ദ്രനോട് പറഞ്ഞ ആകെപ്പാടെ പ്രശ്നം രൂക്ഷമാകത്തുള്ളൂ. ശിവശങ്കരൻ പറഞ്ഞു, ഇനിയിപ്പോൾ ആരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അവൾ പോകാനുള്ളത് പോയില്ലേ. നീ ധൈര്യമായിട്ട് ഇരിക്കുക കമലെ. നീ എന്തിനാ വിഷമിക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ലേലും ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ചു. അങ്ങനെ അവൾ സുഖമായിട്ട് ഇവിടെ വാഴാന്ന് കരുതിയിരുന്ന അവളുടെ വാഴ്ച ഇന്നത്തോടുകൂടി ഇവിടെ അവസാനിച്ചെന്ന് പറയണം. ഇതേ സമയത്ത് മനുശങ്കർ സ്റ്റാൻഡിലൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും അലീനെ കണ്ടില്ല. ദൈവമേ, അവളിത് എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? ഇനിയിപ്പം അങ്കിളിനോട് ഇപ്പം ഈ കാര്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആകെപ്പാട് ടെൻഷനാവും.
അലീന വീട്ടിൽ നിന്ന് പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്നുകൂടെ നോക്കാമെന്നൊക്കെ കരുതിയിട്ട് മണിശങ്കർ അവിടെയൊക്കെ നോക്കുവാണ്, എവിടെയെങ്കിലും ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം എറണാകുളത്തിനെങ്ങാനും പോവോ, എറണാകുളത്തേക്കൊന്ന് വിളിച്ചു നോക്കിയല്ലോ രേവതിക്കുട്ടിയെ. അങ്ങനെ കരുതി രേവതിക്കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്കി. പൊതുവെ സംസാരിക്കുന്ന പോലെ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ രേവതിക്കുട്ടിയുടെ സംസാരം കേട്ടിട്ട് അലീന അവിടെ ചെന്നതായിട്ട് തോന്നിയില്ല. പിന്നീട് മനുഷ്യങ്ങൾ കോള് കട്ട് ചെയ്തു. ഒരു പക്ഷെ അവൾ പോകുന്നുള്ളോ എന്തായതെന്നും അറിയത്തില്ല. ഒന്നും സംഭവിക്കില്ലെന്നൊരു പ്രാർത്ഥന മാത്രമേ മനുവിനുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അലീന നേരെ ഹോസ്പിറ്റലിലേക്കേ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ബാല്യം തന്നെ ആ കസേരയിൽ ഇങ്ങനെ തളർന്നിരിക്കുന്നത് കണ്ടു. അലീന എന്നിട്ട് അച്ചാന്ന് വിളിക്കുവാണ്. വിളി വെച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ നോക്കി. മോളോ? നോക്കിക്കഴിഞ്ഞപ്പോൾ അലീനയുടെ ബാഗൊക്കെ കണ്ടു. ഇതെന്താ മോളെ ബാഗൊക്കെ ആയിട്ട്? എന്താ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അലീന ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് അമ്മയ്ക്ക്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അതൊക്കെ പറയാം, നീ എന്താ മോളെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നേ, എന്ത് പറ്റിയ? ബാലേന്ദ്രന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ സത്യം പറ, നിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇറക്കി വിട്ടോ? ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ബാലേന്ദ്രൻ കൂട്ടിക്കൊണ്ടുകൊണ്ട് പോവാണ്. സത്യം പറ, അവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്നോട് കള്ളത്തരം പറയണ്ട, നീ പറഞ്ഞില്ലേലും ഞാൻ കാര്യങ്ങളൊക്കെ അറിയും. നടന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ പോയിക്കോളാം അവിടുന്ന്, ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല. ഞാൻ കാരണമല്ലേ ഇപ്പം മാഡത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. വെറുതെ എന്തിനാ വെച്ചാൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ. ഞാൻ ഇനി ആ വീട്ടിലേക്ക് ഇല്ലാന്ന് പറയണോ? ഓ, ഇത് പറയാനാണോ നീ അവിടുന്ന് എല്ലാം പെറുക്കി കിട്ടി ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നേ? നിന്നെ ആരാ അവിടെ നിന്ന് ഇറക്കി വിട്ടെ? ആരും ഇറക്കി വിട്ടില്ല. വേണ്ട, എന്നോട് കള്ളത്തരം പറയണ്ട. ഒടുവിൽ അലീനയ്ക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. അലീന പറഞ്ഞു, അച്ഛനിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട. ഒന്നാമത്തെ കാര്യം ഹോസ്പിറ്റലിൽ ആൾ വേണം. അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന സമയത്ത് ആരുടെയെങ്കിലും ആശ്രയം വേണ്ടേ? ഞാൻ പോയിക്കോളാം, ഞാൻ തൽക്കാലത്തേക്ക് രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കോളാം. പിന്നെ അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ വേറെ എവിടെയും ജോലി കിട്ടി ഞാൻ പോയിക്കോളാം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇപ്പം ഞാൻ കാരണമല്ലേ ഈ അവസ്ഥയിൽ അമ്മ കിടക്കുന്നേ. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ നീ വന്നുകൊണ്ട് ഞാൻ പലരുടെയും കപട മോഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു. നീ ഇല്ലായിരുന്നെങ്കിലോ ഞാൻ ഇന്നും ഒരു വിഡ്ഢിയായിട്ട് അവിടെ തുടർന്നേനം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ എൻ്റെ അവസ്ഥ എന്താന്ന്. എന്നെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നല്ലോ വൈജ. ഇനി ഞാൻ മരിക്കുന്നോളം വരെ ആ സത്യങ്ങളൊന്നും അറിയാനും പോകുന്നില്ലായിരുന്നു. നീ വന്നുകൊണ്ട് മാത്രമല്ലേ. അതൊക്കെ ശരിയാച്ചാ, പക്ഷെ എന്നാലും ഒരു പക്ഷേങ്കിൽ അമ്മയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ എല്ലാവരും കൂടെ അച്ഛനെ കുറ്റപ്പെടുത്തില്ലായിരുന്നോ? അച്ഛൻ പറഞ്ഞ കള്ളക്കഥ ബാക്കി എല്ലാവരും വിശ്വസിച്ചിരിക്കുമല്ലായിരുന്നോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല മോളെ. ആ കള്ളക്കഥയൊക്കെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, പക്ഷെ അതിൻ്റെ മുകളിലൊരു സത്യമുണ്ടല്ലോ, സത്യം എന്ന് നിലനിൽക്കുള്ളെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അമ്മേ. പക്ഷേങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് കാണാൻ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വന്നാൽ അത് പ്രശ്നമാകത്തില്ലേ? അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഐസിയിലാണ്, അങ്ങനെ എപ്പോഴൊന്നും ആരെയും കയറി കാണിക്കത്തില്ല. പിന്നെ കൃഷ്ണമോള് വന്നു കഴിഞ്ഞപ്പോൾ മാത്രം ഒന്ന് കാണിച്ചായിരുന്നു പറയാം. അല്ല അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഇല്ല, അതൊന്നും ഇല്ല. കാലിന് ഒടിവും പിന്നെ കൈക്കും ഫ്രാക്ചറുണ്ട്, ഇടുപ്പലിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എഴുന്നേക്കാനൊന്നും പറ്റില്ല, സംസാരിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം. അതോടെ കേട്ടിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ സമയം അലീന പറഞ്ഞു, ഞാൻ പോയേക്കാന്ന് പറയണം. ബാലേന്ദ്രൻ പറഞ്ഞു, അപ്പം നീ രണ്ടും തീരുമാനിച്ചാടാ വന്നിരിക്കുന്നേ? അതെ അച്ഛാ, ഞാൻ പോയിക്കൊള്ളാന്ന് പറയണം. ബാലേന്ദ്രൻ പെട്ടെന്ന് പറയും, ശരി, അങ്ങനെ നിന്റെ തീരുമാനമെങ്കിൽ നീ പോയിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നെ നിനക്ക് അനുജത്തിയുണ്ട്, അച്ഛനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നേക്കരുത്. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. അല്ലേലും അനാഥാലയത്തിൽ വളർന്നവളല്ലേ നീ, നിനക്ക് അങ്ങനെ പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ലായിരിക്കും. ഞങ്ങളൊന്നും വേണമെന്നൊന്നും നിനക്കില്ലായിരിക്കും. നിന്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ നീ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രന് അങ്ങോട്ടേക്ക് പോയി. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അലീന വല്ലാത്തൊരു വിഷമഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. താൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനത് വിഷമമാവെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ എന്താവെന്ന് അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ ഹോസ്പിറ്റലിൽ അലീനയ്ക്ക് അധികം ദിവസം നിൽക്കാനൊന്നും പറ്റില്ല. ബാലേന്ദ്രന് പേടിയുണ്ട്. അലീന കടപ്പാട്ട് വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഇനി അവൾക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടാവുമോ? താൻ അവിടെ ഇല്ലല്ലോ, ഹോസ്പിറ്റലാണല്ലോ, അവളെ ആരെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിടുവാന്നൊക്കെ. ഒരു പക്ഷേ ഇനി തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേനും രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി നിൽക്കുമെന്നും അറിയത്തില്ല. പക്ഷെ ബാലേന്ദ്രനെ ഉപേക്ഷിക്കത്തൊന്നുമില്ല. ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബാലേന്ദ്രന് അലീനയെ കൊണ്ടുപോയി മാമച്ചൻ്റെ അടുത്ത് വിടുവോന്നൊക്കെ. ചിലപ്പോൾ അങ്ങനെ വിട്ടാൽ പോലും അത് സ്ഥിരമായിട്ട് അങ്ങനെ അങ്ങോട്ട് വിടുന്നതല്ല. കാരണം വൈജയന്തിയെ നോക്കാനായിട്ട് അലീന വരിക തന്നെ ചെയ്യും. ഇപ്പോൾ പക്ഷെ അലീനയ്ക്ക് ഒരു ഷെൽട്ടർ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ 1-2 ദിവസം അവിടെ പോയി നിന്നാലായി. പക്ഷെ അലീന തിരിച്ചു വരും വൈജയെ നോക്കാനായിട്ട്, അതും കടപ്പാട്ടൊരു വീട്ടിലേക്ക് തന്നെ. അപ്പം അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. അത് മാത്രമല്ല, അലീനയെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ശിവശങ്കരനും കമലയ്ക്കും ഒക്കെ നല്ല പണി തന്നെ കൊടുക്കുകയും ചെയ്യും ബാലേന്ദ്രൻ. ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.